മക്കളെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ മക്കൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. ഓക്കെ, മറ്റൊന്നുമല്ല, ഇപ്പം നമ്മളെന്താ അടിപൊളിയായിട്ട് +1 എന്തെല്ലാമാണ് നമുക്ക് പഠിക്കേണ്ടത്, എങ്ങനെയൊക്കെ നമുക്ക് പഠിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളൊക്കെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ട്. ഓക്കെ യെസ്, അപ്പോൾ ഈ ടൈമിലും മക്കൾ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബുക്സിനെ കുറിച്ച്. ഓക്കെ, ബുക്സ്. ഓക്കെ, അതായത് നമുക്ക് ഒരു 10th വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം നമുക്ക് ഏത് ബുക്സ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ ഏത് ബുക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി അവൈലബിൾ ആകുമായിരുന്നു, നമ്മളെ കയ്യിൽ എത്തുമായിരുന്നു സ്കൂൾ വൈസ്. ഓക്കെ, പക്ഷേ ഇവിടെ +1ലേക്ക് വരുന്ന സമയത്ത് പലരും ശ്രദ്ധിക്കാറില്ല. ഓക്കെ, ബുക്സിന്റെ കാര്യങ്ങളൊന്നും പലരും യൂസ് ചെയ്യാറൊന്നുമില്ല. ഓക്കെ, അതായത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ് കാര്യങ്ങൾ, അല്ലാതെ കിട്ടുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് പലരും എന്ത് ചെയ്യാറുള്ളത്, പഠിക്കാറുള്ളത്. പക്ഷേ അങ്ങനെയല്ല. ഓക്കെ, +1 മക്കൾ നിർബന്ധമായിട്ടും ബുക്സിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഏത് ബുക്സ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളതും കൃത്യമായിട്ട് മക്കൾ അറിയേണ്ടതുണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മക്കൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ +1 കൊമേഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, കൊമേഴ്സുകാരെ സംബന്ധിച്ച് നമുക്ക് എന്താണ് അത്രത്തോളം ബേസ് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, അത് +1 നിന്നാണ്. ഓക്കെ, നമ്മുടെ ബേസിക് ക്ലാസ് ആണ്, നമ്മൾ 1ാം ക്ലാസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രത്തോളം ബേസിക് ആണ് നമ്മൾ നമ്മുടെ +1 എന്ന് പറഞ്ഞാൽ. റെഡി, അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റ്, ഇപ്പോൾ അക്കൗണ്ടിങ് ആയാലും എക്കണോമിക്സ് ആയാലും ഓക്കെ ബിസിനസ് ആയാലും എല്ലാം നമ്മൾ എന്താണ് അറിഞ്ഞു തുടങ്ങുന്നത് +1 നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ ഈ ഓരോ സബ്ജക്റ്റിനെയും ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്, അത്രത്തോളം മനസ്സിലാക്കേണ്ടതുണ്ട്, മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട്. ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഒക്കെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. മക്കൾ ഇപ്പോൾ ഏതൊരു ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞാലും, ഒരു പ്രൊഫഷണൽ കോഴ്സ് ACCA CA CMA എന്നൊക്കെ പറഞ്ഞ് എന്തിന് പോയി കഴിഞ്ഞാലും അവിടെ എല്ലാം നമുക്ക് ആവശ്യം ഏതാണെന്നറിയോ, അക്കൗണ്ടൻസിയിൽ നമ്മൾ +1 പഠിക്കുന്ന ഈ ബേസ് കാര്യങ്ങളാണ്. സോ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ മക്കൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, +1 പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഈ കിട്ടുന്ന നോട്ട്സൊക്കെ വെച്ച് പഠിക്കുക എന്നതിലുപരി കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ബുക്ക് യൂസ് ചെയ്യേണ്ടതുണ്ട്. റെഡി, അപ്പോൾ ഏത് ബുക്ക് നോക്കുന്ന സമയത്ത് മക്കൾക്ക് മനസ്സിലാവും NCERT ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക എന്നുള്ളത്. പക്ഷേ NCERTൻ്റെ ഒരു ടെക്സ്റ്റ് വാങ്ങി വെച്ചുകൊണ്ട് പഠിക്കുക എന്നതല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം +1 സാറിപ്പോൾ പറഞ്ഞു നമുക്ക് അത്രയ്ക്കും ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു NCERT ടെക്സ്റ്റ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സാർ അടുത്തില്ല, അപ്പോൾ കാണിച്ചു തരാം. നമുക്ക് അത്രത്തോളം കാര്യങ്ങൾ ആ ബുക്കിലുണ്ടാവും. അതായത് നമുക്ക് വേണ്ടതും വേണ്ടാത്തതായിട്ടുള്ള ഇഷ്ടം പോലെ കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക, NCERT അവരുടെ ടെക്സ്റ്റുകൾ ഇറക്കുന്നുണ്ടാവുക. റെഡി, അങ്ങനെയാണ് വരിക. ഓരോ സബ്ജക്റ്റിലും അല്ലെങ്കിൽ ഓരോ ചാപ്റ്റേഴ്സിനും എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. നമുക്കതൊന്നും അതിലെല്ലാം ഒന്നും നമുക്ക് ആവശ്യമില്ല, വേണ്ട. ഓക്കെ, അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഈ ബേസിക് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ട് ഒരു നല്ലൊരു ബുക്ക് ആവശ്യം. അതായത് നമ്മൾ ഈ ഗൈഡ് എന്നൊക്കെ പറയുന്ന പോലെ അത് നമുക്ക് എന്താണ് അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും അത്യാവശ്യമാണ്. കാരണം നമ്മളൊരു എക്സാം റിലേറ്റഡ് ആയിട്ട് ഒക്കെ പഠിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഈ അക്കൗണ്ടൻസി ഒക്കെ നമ്മൾ അത്രത്തോളം ഈ പ്രിൻസിപ്പിൾ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഒരുപാട് പഠിക്കാറുണ്ട്. അതായത് ഡെബിറ്റ് വരുമ്പോൾ എന്നതാണ്, ക്രെഡിറ്റ് വരുമ്പോൾ എന്നതാണ്, ഇന്ന സാധനങ്ങൾ എക്സ്പെൻസ് എന്നതാണ്, ഇൻകംസ് എന്നതാണ്, അങ്ങനത്തെ കുറേ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഫൗണ്ടേഷൻ ലെവലിലുള്ള ബേസിക് കാര്യങ്ങളുണ്ട്. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ മിനിറ്റിന് മറന്നു പോകുന്ന കാര്യങ്ങളായിരിക്കും, കൺഫ്യൂഷൻസ് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് നോക്കാൻ. അതൊക്കെ ഒരിക്കലും നമുക്ക് എന്താണ് ഒരു NCERT ബുക്ക് വെച്ചുകൊണ്ട് നമ്മളെ ഈ ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സ്പോട്ടിൽ നമുക്ക് എന്താണ് പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ പറ്റൂല. കാരണം അത്രത്തോളം കാര്യങ്ങൾ NCERT ബുക്സിലുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ നമുക്ക് വേണ്ടത് മാത്രം തപ്പിയെടുത്തുകൊണ്ട് പഠിക്കുക, അല്ലെങ്കിൽ അത് മാത്രം ബേസിക് ആയിട്ടുള്ള അത്തരത്തിലുള്ള ടെക്നിക് വൈസുള്ള കാര്യങ്ങൾ മാത്രം എടുത്ത് കിട്ടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അവിടെയാണ് നമുക്ക് എന്ത് വേണ്ടത്, ഒരു ഗൈഡ് എന്ന നിലയിൽ ബുക്കുകൾ ആവശ്യം. അതായത് നമുക്ക് വേണ്ട ഈ ഷോർട്ട് നോട്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ ഷോർട്ടായിട്ട് നമുക്ക് വേണ്ട അത്രയ്ക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് വൈസ് ഒരു ബുക്സ് നമുക്ക് അത്യാവശ്യമുള്ളത്. ഓക്കെ, കാരണം അത് +1 മാത്രമല്ല, +2 എത്തിക്കഴിഞ്ഞാലും ഇനി ഹയർ സ്റ്റഡീസിൽ എന്തിന് പോയി കഴിഞ്ഞാലും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് നമ്മൾ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ ബേസിക് ആയിട്ടുള്ള ഈ കാര്യങ്ങൾ അക്കൗണ്ടിങ്ങിലൊക്കെ അത്യാവശ്യമാണ്. ഓക്കെ, അത് ഏത് ലെവലിലും നമുക്ക് യൂസ് ചെയ്യണം, ഏത് ലെവലിലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യമാണ്. ഓക്കെ, നമുക്കിപ്പോൾ CMA നിങ്ങളിപ്പോൾ PG എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് +1 നമ്മൾ പഠിച്ച അക്കൗണ്ടിങ്സിൻ്റെ ആ ബേസിക് കാര്യങ്ങൾ ആവശ്യമാണ്. സോ അങ്ങനത്തെ സമയത്തൊക്കെ നമുക്ക് ലൈഫ് ടൈം യൂസ്ഫുൾ ആവുന്ന സാധനമാണ് ഇത്തരത്തിലുള്ള ഗൈഡ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ. അത്രത്തോളം നമ്മളെ ബേസിക് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് എന്ന് പറയുന്നത്. സോ അതെന്താക്കണം, മക്കൾ കൃത്യമായിട്ട് വാങ്ങി വെക്കണം എന്നാണ് ആദ്യം പറയാനുള്ളത്. റെഡി, അവിടെയാണ് നമുക്ക് നമ്മുടെ ബുക്സിന്റെ ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അത്രത്തോളം കാര്യങ്ങൾ നോക്ക്, ഒരു NCERT ബുക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊക്കെ അറിയാം എത്രത്തോളം ഉണ്ടാവുന്നുള്ളത്. പക്ഷേ ഇത് നമ്മുടെ അക്കൗണ്ടൻസിയുടെ ബുക്സ് ആണ് +1. നോക്കൂ, നമുക്ക് കാണാം
ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റ് ഉണ്ടാവും ഏതിനെന്നറിയോ? NCERT ബുക്സിന്. കാരണം അതിലെല്ലാ കാര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇത് നമുക്ക് എന്താണ് മക്കൾക്ക് വേണ്ട രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അതായത് സാർ ഈ പറഞ്ഞ പോലെ ബേസിക് മാത്രം ഇൻക്ലൂഡ് ആക്കി അക്കൗണ്ടൻസിൻ്റെ ഒക്കെ അത്രയ്ക്ക് നിങ്ങൾക്ക് വേണ്ട എന്താണ് ആ ടെക്നിക് വൈസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ആ ഷോർട്ട് നോട്ട് പോലെ നിങ്ങൾക്ക് വേണ്ട ഓരോ കാര്യങ്ങളും പ്രിൻസിപ്പിളും കാര്യങ്ങളും ഒക്കെ വ്യക്തമായിട്ട് കൊടുത്ത് അത്യാവശ്യം എന്താണ് എന്താണ് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ബുക്സ് കാണും. ഓക്കെ, അതാണ് നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എടുത്ത് പെട്ടെന്ന് നോക്കി ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യത്തക്ക രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബുക്കും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ബുക്കാണ് മക്കൾക്ക് എന്ത് ചെയ്യേണ്ടത്? നിർബന്ധമായിട്ടും +1 മക്കൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, കാരണം നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണത്. റെഡി? ഇത്തരത്തിലുള്ള ബേസിക് നമ്മൾ പഠിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒരു കാലത്തും നമ്മളത് മറന്നു പോകാനും പാടില്ല. ഓക്കെ, കൊമേഴ്സുകാരുടെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് ഒരു ഇയറാണ് +1 എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഈ ബുക്സ് കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇത് എക്കണോമിക്സ് ആണ്. എക്കണോമിക്സ് ഒക്കെ കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് എക്കണോമിക്സിൻ്റെ ടെക്സ്റ്റ് ആണ്. റെഡി? പിന്നെ അതേപോലെ ബിസിനസ് സ്റ്റഡീസ് സ്റ്റോക്ക്, കഴിഞ്ഞ സ്റ്റോക്ക് ഒക്കെ വരും. എല്ലാത്തിൻ്റെയും സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മക്കൾ എന്ത് ചെയ്യുക? ക്ലാസ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപ് വ്യക്തമായിട്ട് ഈ ഒരു ബുക്കും കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യുക? വാങ്ങി വെക്കുക. ഓക്കെ, പഠിച്ച് തുടങ്ങേണ്ടത് ഇതിൽ നിന്നായിരിക്കണം. ഓക്കെ, ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടത്. റെഡി? ഒരു എക്സാം ടൈം ഒന്നാകുന്ന സമയത്ത് വാങ്ങിക്കൊണ്ട് കാര്യമല്ല, നമുക്ക് ആദ്യം തന്നെ വേണം ഇതൊക്കെ. ഓക്കെ, അതിനനുസരിച്ച് ഈ അക്കൗണ്ടൻസി കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കുകയാണെങ്കിൽ അത്രത്തോളം എഫക്റ്റീവ് ആവും കാര്യങ്ങൾ. സോ അതുകൊണ്ടാണ്. ഓക്കെ, ഇപ്പം നമ്മൾ ഓഫർ പ്രൈസിലാണ് നമുക്ക് എന്തുള്ളത്? നമ്മുടെ ബുക്കും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. പിന്നെ അഥവാ നോക്ക്, നമുക്ക് NCERT ടെക്സ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. ചുമ്മാ ഗൈഡ് എന്ന രീതിയിൽ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്ത കാര്യങ്ങളല്ല നമ്മൾ ഈ ബുക്സ് എന്ന് പറഞ്ഞാൽ. അതിലേതാ എന്തൊക്കെയാ? ചാപ്റ്റർ വൈസ് സിംപ്ലിഫൈഡ് നോട്ട്സ് കാര്യങ്ങൾ കിട്ടും. പിന്നെയോ കൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂ പാറ്റേണില പുതിയ പാറ്റേൺ ചേഞ്ച് ചെയ്ത് എന്നൊക്കെ പറഞ്ഞു ആ ലെവലുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളുണ്ട്. NCERT ക്വസ്റ്റ്യൻസ് NCERT ടെക്സ്റ്റിൽ അവൈലബിൾ ആകുന്ന എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആവും. ഓക്കെ, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ PYQs ഉണ്ട്. ഓക്കെ, യൂണിറ്റ് ടെസ്റ്റ്, എല്ലാ കാര്യങ്ങളും നമുക്ക് കീഴിലുണ്ട്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണ്ട രീതിയിൽ എന്താ ഓരോ കൺസെപ്റ്റും അത്രത്തോളം യൂസ്ഫുൾ ആവുന്ന രീതിയിലും നമ്മൾ ഈ ബേസിക് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മളെ ബുക്സ് ഉള്ളത്. ഓക്കെ, സോ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ എന്താക്കുന്നത് ഇത്തരത്തിലുള്ള ബുക്സുകളും മക്കൾക്ക് അവൈലബിൾ ആക്കുന്നത്. സോ അത്രത്തോളം എന്താണ് മക്കൾ മനസ്സിലാക്കുക ഈ ബുക്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക? നമ്മൾ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക? ഈ ഒരു ബുക്സും മക്കൾ വാങ്ങി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അത്രത്തോളം എഫക്റ്റീവ് ആകും. ഒരിക്കലും മക്കൾ പേടിക്കേണ്ട. എന്ത് ചെയ്യുക? ഈ ഒരു ബുക്ക് വാങ്ങിക്കഴിഞ്ഞാൽ മക്കൾക്ക് അതൊരു നഷ്ടമാണ് എന്ന് മക്കൾ ഒരിക്കലും വിചാരിക്കേണ്ട. ഈ +1 മാത്രമല്ല, പിന്നീട് അങ്ങോട്ടൊക്കെ നമുക്ക് എന്താക്കാം? ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് വ്യക്തമായിട്ട് ആ ഒരു ബുക്സിൻ്റെ ഇമ്പോർട്ടൻസ് മക്കൾ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. റെഡി ആണല്ലേ? ഓക്കെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട്. അതുവരെ ബൈ.